നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാൽതെറ്റി റോഡിൽ വീണ വയോധികന്റെ മേൽ വാഹനങ്ങൾ കയറിയിറങ്ങി വയോധികൻ കൊല്ലപ്പെട്ട സംഭവം. നിർത്താതെ പോയ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ. പാലപ്പുഴ ചേന്തോട് പാലത്തിന്റെ തൂൺ പൊളിച്ചു നീക്കാനുള്ള കരാറുകാരന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. റബ്ബറിന് നല്ല കാലം, കിലോയ്ക്ക് 206 രൂപ. കനത്ത മഴ ടാപ്പിംഗ് നിർത്തിയതും ഉൽപാദനക്കുറവും കർഷകർക്ക് തിരിച്ചടി. കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു, കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി കർഷകർ. വിശദമായ വാർത്തകളിലേക്ക്. ഇരിട്ടിയിൽ കാൽതെറ്റി റോഡിൽ വീണ വയോധികന്റെ മേൽ 2 വാഹനങ്ങൾ കയറിയിറങ്ങി വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർത്താതെ പോയ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ. ഇരിട്ടിയിൽ കാൽതെറ്റി റോഡിൽ വീണ വയോധികന്റെ മേൽ 2 വാഹനങ്ങൾ കയറിയിറങ്ങി വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർത്താതെ പോയ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ. ഇരിട്ടി SI കെ ഷറഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് CC ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് സൈബർ പോലീസിന്റെ സഹായത്തോടെ വണ്ടികൾ കസ്റ്റഡിയിലെടുത്തത്. പിടികൂടിയ വാഹനങ്ങൾ പോലീസ് സംഘത്തിന്റെ വിശദ പരിശോധനയിലാണ്. ആർലം സ്വദേശിയുടെ ഓട്ടോ ടാക്സിയാണ് റോഡിൽ വീണ ഇടുക്കി സ്വദേശി രാജന്റെ ദേഹത്തുകൂടി ആദ്യം കയറിയിറങ്ങിയതെന്നും രണ്ടാമത്തെ വണ്ടി അഞ്ചരക്കണ്ടി സ്വദേശിയുടെ ഇന്നോവ ക്രിസ്റ്റ കാറാണെന്നും പോലീസ് പറഞ്ഞു. ഇരിട്ടി കൂളിച്ചേമ്പ്രയിൽ റോഡ് നടപ്പാത വഴി നടക്കുന്നതിനിടെ കാൽതെറ്റി റോഡിലേക്ക് വീഴുകയായിരുന്നു വയോധികൻ. തുടർന്ന് 2 വണ്ടികൾ ഇദ്ദേഹത്തിന്റെ ദേഹത്ത് കയറിയെന്നാണ് കേസ്. 2 വണ്ടികളും നിർത്താതെ പോയതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. വണ്ടികൾ നിർത്താതെ പോയതിനെ തുടർന്ന് റോഡിൽ ചോര വാർന്നു കിടന്ന രാജനെ പിന്നീടെത്തിയ വാഹന ഡ്രൈവർമാരാണ് ആശുപത്രിയിലെത്തിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ രാജനെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും വെള്ളിയാഴ്ച പുലർച്ചെയോടെ മരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. മലയോര ഹൈവേയുടെ നവീകരണത്തിന്റെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന പാലപ്പുഴ ചേന്തോട് പാലത്തിന് നിർമ്മാണം പൂർത്തിയാക്കിയ തൂണുകളിലൊന്ന് പൊളിച്ചു നീക്കാനുള്ള കരാറുകാരന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. പരിശോധനയിൽ നിർമ്മാണത്തിൽ അപാകത കണ്ടെത്തിയതിനെ തുടർന്നാണ് കരാറുകാരൻ തൂൺ പൊളിച്ചു നീക്കാൻ നിർബന്ധിതനായത്. മലയോര ഹൈവേയുടെ നവീകരണത്തിന്റെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന പാലപ്പുഴ ചേന്തോട് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായ തൂണുകളിലൊന്ന് പൊളിച്ചു നീക്കാനുള്ള കരാറുകാരന്റെ ശ്രമം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. വന്നിട്ട് ഇതൊന്ന് പണിത പാലം പകുതിക്ക് വെച്ച് പൊളിച്ചു കളയാം. ഇത് നാട്ടുകാരെ ബന്ധപ്പെട്ട് ഇപ്പം വന്ന് തടയത് നമ്മളറിഞ്ഞിട്ടില്ല. ഇത്ര നേരമായിട്ട് ഒച്ചയായിട്ട് ഞങ്ങൾക്ക് കല്ല് പൊളിക്കുന്നത് കണ്ടാണ്. ഇപ്പോൾ ഇവർ വന്ന് അത് പകുതിക്ക് അത് പൊളിച്ചു കളഞ്ഞു. അതിനൊരു ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് ഇതുവരെ വന്നിട്ടില്ല. ഈ റോഡ് പണിക്ക് ഇതുവരെ കണ്ടിട്ടില്ല. ഒരു MLA യോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ ആൾക്കാരോ ഇതുവരെ ആരെങ്കിലും വന്നവിടെ. ഓക്കെ, ഒരു ഇത്രയും വലിയ ഹൈവേല്ലേ, മലയോര ഹൈവേല്ലേ ഇത് പൊളിക്കുമ്പോൾ എന്തായാലും ഒന്ന് ഇവർ ആരും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്ന് നോക്കൂലേ. ഇതുവരെ ഒരാൾ ഇത് എന്ത് ന്യായമാണെന്ന് പറയാം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. ഇത് വണ്ടി എത്ര കാലമായി ഇവിടെ? ഇപ്പോൾ ഒരു 8 മാസത്തോളം ആയില്ലേ പണി തുടങ്ങിയിട്ട്. അതിന് മുമ്പേ നല്ല പാലം പൊളിച്ചു കളഞ്ഞു. എന്നിട്ടാണ് ഈ ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്തിട്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ സ്ഥലത്തില്ലാതെ ഓഫീസുകളെല്ലാം അവധിയായ ദിവസം തൂണിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കാനുള്ള ശ്രമത്തിൽ അപാകത ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പ്രവൃത്തി തടഞ്ഞത്. തുടർന്ന് നാട്ടുകാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും ഇവരൊന്നും അറിയാതെയാണ് പ്രവൃത്തി നടത്തിയതെന്ന് ഉദ്യോഗസ്ഥർ തങ്ങളെ അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു. തൂൺ നിർമ്മിച്ച ശേഷം നടത്തിയ പരിശോധനയിൽ നിർമ്മാണ രീതിയിൽ അപാകത കണ്ടെത്തിയതിനെ തുടർന്നാണ് പൊളിച്ചു നീക്കുന്നതെന്നായിരുന്നു ബന്ധപ്പെട്ടവർ നാട്ടുകാരെ അറിയിച്ചത്. സംഭവം വിവാദമായതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ തന്നെ കരാറുകാരനെ വിളിച്ച് പ്രവൃത്തി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. പ്രവൃത്തി നടക്കുമ്പോൾ ഒന്നും തന്നെ ഉദ്യോഗസ്ഥർ ആരും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും നിർമ്മാണം നടക്കുമ്പോൾ സ്ഥലത്ത് സന്നിഹിതരായിരിക്കേണ്ട ഉദ്യോഗസ്ഥർ ഇവ പരിശോധിക്കാതെ പ്രവൃത്തി നടത്തിയത് മൂലമാണ് ഇത്തരത്തിൽ നിർമ്മാണത്തിൽ അപാകത നേരിട്ടതെന്നും അതിനാൽ ഇതിന്റെ നഷ്ടം സാധാരണ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ഈടാക്കാതെ കരാറുകാരന്റെയും ഉദ്യോഗസ്ഥരുടെയും കയ്യിൽ നിന്നും ഈടാക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു. കുറച്ച് നേരം പാലം പൊളിക്കുന്ന ഇത് കേട്ടിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം കുത്തി പൊളിക്കുകയാണ്. അന്നേരം തന്നെ AXIനെ വിളിച്ചപ്പോൾ AXI പറഞ്ഞു ഈ സംഭവം ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പുള്ളി വേഗം തന്നെ ഇതിൻ്റെ ആളെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളുടെ മേൽനോട്ടത്തിലല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുള്ളി നിർത്തിവെച്ചു.
ഈ പണിയിൽ ഫുൾ അഴിമതിയാണ് നടക്കുന്നത്. മര്യാദയ്ക്ക് പാടം നനയ്ക്കുകയോ ഇനി ഭീമ നനയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇവർ. ഇതേസമയം 49.39 കോടി രൂപയ്ക്ക് കരാർ നൽകിയ മലയോര ഹൈവേയുടെ നവീകരണ പ്രവൃത്തിക്ക് സർക്കാർ 83.17 കോടി രൂപയുടെ റിവേഴ്സ് എസ്റ്റിമേറ്റിന് സാമ്പത്തികാനുമതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. റബ്ബറിന് നല്ല കാലം. കിലോയ്ക്ക് 206 രൂപ എത്തിയെങ്കിലും കനത്ത മഴയിൽ ടാപ്പിംഗ് നിർത്തിയതും ഉൽപ്പാദനക്കുറവും കർഷകർക്ക് തിരിച്ചടിയാകുന്നു. റബ്ബർ വില വീണ്ടും മെച്ചപ്പെടുന്നുണ്ടെങ്കിലും കർഷകന് പ്രയോജനം കിട്ടുന്നില്ല. മഴ മൂലം ടാപ്പിംഗ് നിർജീവമായതും ഉൽപ്പാദനം കുറഞ്ഞതുമാണ് കാരണം. കൈവശം ആവശ്യത്തിന് സ്റ്റോക്കില്ലാത്തതിനാൽ വിലവർധനവിലൂടെ നേട്ടം കർഷകർക്ക് അന്യമാകുകയാണ്. കിലോയ്ക്ക് 180 രൂപ താങ്ങുവിലയുമായി സംസ്ഥാന സർക്കാരിൻ്റെ റബ്ബർ വിലസ്ഥിരതാ പദ്ധതി നിലവിലുണ്ട്. എന്നാൽ വിപണി വില താങ്ങുവിലയേക്കാൾ മുകളിലായതിനാൽ പദ്ധതിയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. കർഷകർക്ക് സബ്സിഡി കൊടുക്കേണ്ടതിനാൽ സർക്കാരിനാകട്ടെ ഇത് നേട്ടവുമാണ്. താങ്ങുവില 200 രൂപയെങ്കിലും ആക്കണമെന്ന ആവശ്യം ബജറ്റിന് മുമ്പും തെരഞ്ഞെടുപ്പ് കാലത്തും ഉയർന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ബജറ്റിൽ സംസ്ഥാന ധനമന്ത്രി ചെയ്തത് താങ്ങുവില 170 രൂപയിൽ നിന്നും 180 രൂപയാക്കുകയായിരുന്നു. റബ്ബർ വില 206-ലെത്തിയെങ്കിലും ഉൽപ്പാദനം കുറഞ്ഞ് വേണ്ടത്ര ഷീറ്റ് ലഭിക്കാത്ത വിഷമത്തിലാണ് കർഷകർ. കനത്ത മഴയിൽ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടക്കാതിരുന്നതാണ് കാരണം. മഴക്കാലത്ത് റബ്ബർ തോട്ടങ്ങൾ സജീവമാകാൻ വില കൂടിയത് സഹായിച്ചു. തോട്ടങ്ങളിലെല്ലാം റെയിൻ ഗാർഡ് പിടിപ്പിച്ചാണ് ടാപ്പ് ചെയ്യുന്നത്. ഇടയ്ക്ക് മഴ മാറി നിൽക്കുന്നത് കർഷകർക്ക് ഗുണമാണ്. കടുത്ത വേനലിൽ തോട്ടങ്ങളിൽ ഉൽപ്പാദനം പകുതിയോളം ചുരുങ്ങിയിരുന്നു. ഇതിനൊപ്പം വിലയിലും കുറഞ്ഞതോടെ കർഷകർ നിരാശയിലായിരുന്നു. തുടർന്ന് മഴ കടുത്തതോടെ ടാപ്പിംഗ് നിർജീവമായതും വിപണിയിലേക്ക് ആവശ്യാനുസരണം റബ്ബർ എത്താതിരുന്നതുമാണ് ഇപ്പോൾ വില വീണ്ടും ഉയരാൻ കാരണമായത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തെറ്റുവഴിയിലെ കിഴക്കേയിൽ നാരായണന്റെ കാർഷിക വിളകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. പ്രദേശത്ത് വന്യജീവി ശല്യം വ്യാപകമായതിനാൽ കൃഷി തന്നെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ. ഗ്രാമനഗര പ്രദേശങ്ങളെന്ന വ്യത്യാസമില്ലാതെ ഇപ്പോൾ എല്ലായിടങ്ങളിലും കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ്. നെല്ല്, മരച്ചീനി, ചേന, ചേമ്പ്, വാഴ തുടങ്ങിയ കാർഷിക വിളകളാണ് കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിക്കുന്നത്. കാട്ടുപന്നികൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് തടയാൻ കൃഷിയിടത്തിന് ചുറ്റും വേലിയും മറ്റ് പ്രതിരോധ മാർഗങ്ങളും കർഷകർ തീർക്കുന്നുണ്ടെങ്കിലും അതെല്ലാം മറികടന്നാണ് കാട്ടുപന്നികൾ കൃഷിയിടത്തിലെത്തി വിളവുകൾ നശിപ്പിക്കുന്നത്. കൃഷിയിടത്തിലെത്തി കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വെടിവെച്ച് കൊല്ലാൻ അനുമതിയുണ്ടെങ്കിലും അത് കാര്യക്ഷമമല്ലെന്നാണ് കർഷകർ പറയുന്നത്. കാട്ടുപന്നിയെ പേടിച്ച് കൃഷി തന്നെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ. പേരാവൂർ പഞ്ചായത്തിലെ തെറ്റുവഴി BEd കോളേജ് റോഡിലെ കിഴക്കേൽ നാരായണൻ്റെ വാഴ, മഞ്ഞൾ, കപ്പ, കാച്ചിൽ, പച്ചക്കറി തുടങ്ങിയവയാണ് കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചത്. കൃഷികൾ ഒഴിവാക്കിയതാണ്. നമുക്ക് സ്വന്തമായിട്ട് പച്ചക്കറി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ കേന്ദ്ര കൃഷി ഓഫീസിൽ വന്ന് കന്നുകാരനും അവർ ഇൻഷൂർ ചെയ്യാൻ പറഞ്ഞു. ഇൻഷൂർ ചെയ്തു. എടുത്ത് നോക്കുമ്പോഴേക്ക് ഒരു പച്ചക്കറി എന്നുള്ള ചെയ്യുമ്പോൾ കുറച്ച് കപ്പയും മഞ്ഞളും എല്ലാം കംപ്ലീറ്റ് കൊത്തി നശിപ്പിച്ചിരുന്നു. വാഴ എന്ന് കഴിഞ്ഞാൽ 90% വാഴ എല്ലാം നശിപ്പിച്ചിരുന്നു. പിന്നെ കൃഷി ഓഫീസിൽ പറഞ്ഞിട്ട് ഇൻഷൂർ ചെയ്യാൻ വേണ്ടി 40 വാഴയ്ക്കാണ് ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പറഞ്ഞ ഒരു വിള മാത്രമേ ഉള്ളൂ, കൂട്ടത്തിൽ മറ്റു വിളയിൽ ഇൻഷൂർ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ വാഴ മാത്രമേ നശിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ വാഴയും മഞ്ഞളും ഇതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. വാഴേൻ്റെ കുറച്ച് മഞ്ഞളും കപ്പയും കാച്ചിലെല്ലാം എല്ലാം കുറച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കാട്ടുപന്നി ശല്യം ഇങ്ങനെ രൂക്ഷമാണോ? രൂക്ഷമാണ്. അതുകൊണ്ട് ആരും കൃഷി ചെയ്യില്ലായിരുന്നു. ചെറിയ ഈ മതിലും ഇതെടുത്തിട്ടുള്ള ആൾക്കാർ മാത്രമേ ചെയ്യുള്ളൂ. കന്നുകല്ല് രൂക്ഷമായതുകൊണ്ടാണ് ആരും കൃഷി ചെയ്യാറ്. കന്നുകല്ലിനെ കുറിച്ച് തെങ്ങിൻ്റെ വാങ്ങി വെച്ചിട്ടെല്ലാം കംപ്ലീറ്റ് കൊണ്ടുപോയി വിറ്റ് പൈസ മേടിക്കണം. ഇത് തന്നെ മോളെ സ്ഥലമാണ്. ആ സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്തതാണ്. ഇനി സർക്കാരിന് ഈ ഉത്തരവാദപ്പെട്ട ആൾക്കാർ ഇതിനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കർഷകനാരും ഉണ്ടാവില്ല. കർഷകരെല്ലാം എല്ലാം വിറ്റ് പൊറുക്കിയിട്ട് അന്യനാട്ടിലേക്ക് പോകുന്നത് തന്നെ ഇങ്ങനെ ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളും നശിപ്പിച്ച് പോകുന്നതുകൊണ്ടാണ്. സ്വന്തം നാട്ടുകാർ ചെറുപ്പക്കാരും ഈ ഫീൽഡിൽ നിൽക്കുന്നേ ഇല്ല. എല്ലാം വിദേശത്തേക്ക് അടിയിലെല്ലാം തിരിച്ചു പോകുന്നതാണ്. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. കൂടുതലായും വാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. 40-ലധികം വാഴകൾ കൃഷി ചെയ്തതിൽ 3/4 ഭാഗത്തോളം കാട്ടുപന്നികൾ നശിപ്പിച്ചതായി നാരായണൻ പറഞ്ഞു. പ്രദേശത്തെ കാട്ടുപന്നി ശല്യത്തിനൊപ്പം തന്നെ മുള്ളൻ പന്നി ശല്യവും രൂക്ഷമാണ്. വയോധികരായ കർഷകർ പാടുപെട്ടുണ്ടാക്കിയെടുക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ
വന്യജീവികൾ നശിപ്പിക്കുന്നത് മലയോര മേഖലയിൽ പതിവ് കാഴ്ചയാണ്. കനത്ത മഴയോടൊപ്പം തന്നെ ഇത്തരം വന്യജീവി ശല്യവും കർഷകർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വന്യമൃഗശല്യം കാരണം പല കർഷകരും കൃഷി തന്നെ ഉപേക്ഷിക്കുകയാണ്. കാട്ടുപന്നി ശല്യം തടയാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാരായണൻ ഉൾപ്പെടെയുള്ള കർഷകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കർക്കിടക മാസമാകുന്നതിന് മുന്നേ കുനിത്തല ശ്രീനാരായണ ഗുരുമഠം കർക്കിടക മരുന്ന് തയ്യാറാക്കുന്ന തിരക്കിലാണ്. കുനിത്തല ശ്രീനാരായണ ഗുരുമഠം കർക്കിടക മരുന്ന് തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ്. കർക്കിടക മാസമാകുമ്പോഴേക്ക് തന്നെ കുനിത്തല ശ്രീനാരായണ ഗുരുമഠത്തിന്റെ സമീപത്തുകൂടി പോകുന്നവർക്ക് കർക്കിടക മരുന്നിന്റെ ഗന്ധമായിരിക്കും അനുഭവപ്പെടുക. എല്ലാ വർഷങ്ങളിലും കുനിത്തലയിലും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള സ്വാശ്രയ സംഘങ്ങൾ, കുടുംബശ്രീകൾ, ക്ലബ്ബുകൾ തുടങ്ങിയ കൂട്ടായ്മയിൽ ഇവിടെ നിന്നും കർക്കിടക മരുന്ന് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരിക്കും. ക്വിന്റൽ കണക്കിന് മരുന്നാണ് ഓരോ ദിവസവും കുനിത്തലയിൽ നിന്നും തയ്യാറാക്കുന്നത്. നിരവധി പച്ചമരുന്നുകൾ ശ്രദ്ധാപൂർവം ചേർത്ത് മണിക്കൂറുകളോളം പാകപ്പെടുത്തിയെടുക്കേണ്ട ഒന്നായതിനാൽ തന്നെ കർക്കിടക മരുന്ന് പാകപ്പെടുത്തിയെടുക്കാൻ 7 മണിക്കൂറിലധികം സമയം വേണ്ടിവരും. അപ്പോൾ ഈ മരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ 32ഓളം പച്ചമരുന്നുകളും അതുപോലെ നമ്മുടെ പ്രദേശത്ത് കിട്ടുന്ന ആയുർവേദ മരുന്നുകളും ഒക്കെ ചേർത്ത് പരമ്പരാഗതമായ രീതിയിൽ, അതായത് ഓട്ടുരുളിയിൽ വിറക് കത്തിച്ച് 10-12 മണിക്കൂർ എടുത്ത് അതിൻ്റെ എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് ഔഷധ മൂല്യം നിലനിർത്തിക്കൊണ്ടാണ് ഈ മരുന്നുകൾ ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ കർക്കിടക മാസം ആകുമ്പോൾ ഇവിടെ നമ്മൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഈ പേരാവൂർ പഞ്ചായത്തിലേക്ക് തന്നെ വേണ്ട, അതായത് ആവശ്യത്തിലുള്ള മരുന്നുകൾ ഇവിടെ തയ്യാറാക്കി വരുന്നുണ്ട്. അതിനുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. കായികമായി നല്ല ശക്തിയുള്ള ആളുകളാണ് കർക്കിടക മരുന്ന് ഇളക്കി തയ്യാറാക്കിയെടുക്കുക. കർക്കിടക മാസത്തിൽ കർക്കിടക മരുന്ന് കഴിച്ചാൽ ആരോഗ്യപരമായി പല ഗുണങ്ങളും ഉള്ളതിനാൽ തന്നെ ഇതിന് ആവശ്യക്കാരും ഏറെയാണ്. നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല, പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരത്തെ തന്നെ ഈ സ്ഥലം ബുക്ക് ചെയ്ത് അനുവാദം വാങ്ങിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിലൂടെ വരികയും അതിൽ ഏറ്റവും അതിൻ്റെ പ്രാധാന്യമായി തോന്നിയിട്ടുള്ളത് ഈ മരുന്നിൽ ചേരേണ്ട എല്ലാ ചേരുവകളും വളരെ കൃത്യമായും ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ചേർത്തുകൊണ്ടാണ്, വളരെ പരസ്യമായിട്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രക്രിയ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു വിശ്വാസത്തോടു കൂടി ഇവിടെ വന്ന് ആളുകൾ നേരത്തെ ഇത് ഓർഡർ ചെയ്ത്, ഞാനിവിടെ മനസ്സിലാക്കിയത് ഈ സാധനം തികയാതെ പോവുകയാണ്. 1 കിൻഡലിലധികം സാധനമാണ് ഒരു ദിവസം ഇവിടെ നിർമ്മിക്കുന്നത്. അത് തികയാതെ വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇതുവഴി കടന്നു പോകുന്ന ആളുകൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ പറയാറുണ്ട്, നല്ല ഒരു മണം ഈ പ്രദേശത്ത് ആകെ പരന്നു കിടക്കുന്നതായിട്ട് പറയാറുണ്ട്. തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും സ്വാശ്രയ സംഘത്തിൻ്റെ പ്രവർത്തകർ, ക്ലബ്ബുകൾ, അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ആളുകളെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ വർക്കിവിടെ നടക്കുന്നത്. മരുന്ന് പാകം ചെയ്യാൻ കുനിത്തല ശ്രീനാരായണ ഗുരുമഠം തിരഞ്ഞെടുക്കുന്നത് ഇവിടെ മഠം കമ്മിറ്റി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി നൽകിയിട്ടുണ്ടെന്നതിനാലാണ്. ശ്രീനാരായണ ഗുരുമഠത്തിൻ്റെ സെക്രട്ടറി നിലയിൽ നമ്മൾ ഇവിടെ കർക്കിടക 1-ാം തീയതി ആകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഓർഡറുകൾ മഠത്തിന് ബുക്ക് ചെയ്ത് എല്ലാ ദിവസങ്ങളും മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് എല്ലാ ദിവസവും ബുക്കിംഗ് സ്വീകരിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് അത് നമുക്ക് കമ്മിറ്റിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കർക്കിടക മാസം ആവുന്നതിന് മുന്നേ തന്നെ കർക്കിടക മരുന്ന് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് കൂട്ടായ്മകൾ. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. നീണ്ടുനോക്കി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തി നടത്തി കൊട്ടിയൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. ചെളി നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായ സാഹചര്യത്തിലായിരുന്നു അറ്റകുറ്റപ്രവൃത്തി. നീണ്ടുനോക്കി പാലം പ്രവൃത്തി പൂർത്തിയായപ്പോൾ നാട്ടുകാർ ഒന്ന് സന്തോഷിച്ചു. കാരണം നല്ല പാലം ലഭിച്ചു എന്നതാണ് ഈ സന്തോഷത്തിന് കാരണം. എന്നാൽ പാലം വന്നപ്പോൾ റോഡിലിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ നാട്ടുകാർ. റോഡിലിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമായതോടെ കൊട്ടിയൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും അനുയായികളും ചേർന്ന് റോഡിലേക്ക് ഇറങ്ങി. ടിപ്പറിൽ കല്ലെത്തിച്ച് ചെളിയുള്ള അപ്രോച്ച് റോഡിൽ തട്ടി. കല്ലുകൾ ചെളിയുള്ളിടത്ത് അടുക്കിപ്പെറുക്കി വെച്ച് താൽക്കാലിക വാഹന ഗതാഗതത്തിനും കാൽനട യാത്രക്കും പരിഹാരം കണ്ടെത്തി. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നതും കാൽനട യാത്ര നടത്തുന്നതുമായ ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഈ അപ്രോച്ച് റോഡ്. എന്നാൽ കരാറുകാരൻ റോഡ് പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് ഈ ദുരവസ്ഥക്ക് കാരണം. ഇതേ തുടർന്നാണ് കൊട്ടിയൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പൊതുപ്പണിക്ക് ഇറങ്ങിയതെന്ന് മണ്ഡലം പ്രസിഡന്റ് A.T. തോമസ് ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. നമ്മൾ തലക്കാണി പാലത്തിൻ്റെ നീണ്ടുനോക്കി ടൗണിൽ നിന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട് നാട്ടുകാരുടെ സഹകരണത്തോടെ പൊതുപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ കനത്ത മഴ കാരണം
പലരും എത്തിച്ചേർന്നിട്ടില്ല. എന്നാൽ പോലും നല്ലൊരു പങ്കാളിത്തം കൊണ്ട് കല്ല് പുറമേ പോയി ലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ആഴത്തിൽ ചെളിയുള്ള ഭാഗം നികത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നുകൊണ്ട് പരിപൂർണമായിട്ടും റെഡിയാവുമെന്ന് കരുതുന്നില്ല. ഇനിയും വണ്ടികൾ ഓടുമ്പോൾ വീണ്ടും ചെളിയാവാം. എന്നാൽ തുടർന്നും കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നൊക്കെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുക. കോൺട്രാക്ടറെ പലവട്ടം അറിയിച്ചതാണ്. അപ്പോൾ അവർ മഴ ലേശം കുറയട്ടെ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതിലൂടെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളില്ലേ? ഒരുപാട് യാത്രക്കാരുണ്ട്. പിന്നെ 3-4 വാർഡുകളിലേക്ക് കൊട്ടിയൂരിൽ വന്ന് പോകുന്നത് ഈ പാലം വഴിയാണ്. പുതിയ പാലം വന്നതോടുകൂടി അപ്രോച്ച് റോഡിൻ്റെ ഒരു പ്രശ്നം ജനങ്ങളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. നടക്കാൻ പോലും സ്ഥലമില്ലാതെ ചെളിയായി. അപ്പോൾ അതിനൊരു താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ കഴിയുന്നത്ര വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ ഈ സന്നദ്ധ പ്രവർത്തനം നിർത്തുന്നുള്ളൂ. വരും ദിവസങ്ങളിൽ ശക്തമായി മഴ തുടർന്നാൽ റോഡ് വഴിയുള്ള ഗതാഗതവും കാൽനട യാത്രയും പൂർണ്ണമായും നിലക്കുന്ന അവസ്ഥയാണ്. ഹൈവിഷൻ ന്യൂസ്, കേളകം. അവാർഡ് തിളക്കത്തിൽ കൊട്ടിയൂർ IJM ഹയർ സെക്കൻഡറി സ്കൂൾ. ജില്ലയിലെ മികച്ച 1ാമത്തെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിനുള്ള അവാർഡാണ് കൊട്ടിയൂർ IJM ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കിയത്. IJM സ്കൂൾ യൂണിറ്റിൻ്റെ സംരംഭമായ ഈ ജാലകം റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് സെൻ്ററിൻ്റെ പ്രവർത്തനമാണ് അവാർഡിനായി പരിഗണിച്ചത്. അവാർഡ് തിളക്കത്തിൽ കൊട്ടിയൂർ IJM ഹയർ സെക്കൻഡറി സ്കൂൾ. കണ്ണൂർ ജില്ലയിലെ മികച്ച 1ാമത്തെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിനുള്ള അവാർഡാണ് കൊട്ടിയൂർ IJM ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കിയത്. 2018 കൊട്ടിയൂർ IJM ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് ആരംഭിക്കുന്നത്. 8, 9, 10 ക്ലാസ്സുകളിലായി നടക്കുന്ന ലിറ്റിൽ കൈറ്റ്സിൻ്റെ 3 വർഷത്തെ IT അധിഷ്ഠിതമായ സാമൂഹിക പ്രസക്തമായ വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പൊതുസമൂഹത്തിനും രക്ഷിതാക്കൾക്കും സൗജന്യമായി ഉപകാരപ്പെടുന്ന അനേകം പ്രവർത്തനങ്ങൾ ഈ ജാലകം കേന്ദ്രത്തിലൂടെ സ്കൂൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. 3 വർഷത്തെ ബാച്ചുകളിലെ 120 അംഗങ്ങൾ വിവിധ ടീമുകളിലായി വ്യത്യസ്ത മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകി വരികയാണ്. ഈ ആപ്ലിക്കേഷനുകൾ കൈകാര്യം ചെയ്യൽ, ഡിജിറ്റൽ സർവീസുകൾ, മീഡിയ, DSLR ക്യാമറ ആൻഡ് ഫോട്ടോഗ്രാഫി, DTP വർക്കുകൾ, പ്രോഗ്രാമിംഗ്, റോബോട്ടിക്സ്, OS ഇൻസ്റ്റലേഷൻ, ആനിമേഷൻ, ഡോക്യുമെൻ്ററി നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളും പരിശീലനവും പൊതുസമൂഹത്തിന് സൗജന്യമായി ഈ ജാലകം കേന്ദ്രത്തിലൂടെ നൽകി വരുന്നു. ഓരോ ബാച്ചിലെയും ലിറ്റിൽ ടീച്ചേഴ്സ് അമ്മമാർക്കും രക്ഷിതാക്കൾക്കും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്കും IT അധിഷ്ഠിത പരിശീലനങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും നൽകി വരുന്നുണ്ട്. സ്കൂൾ യൂണിറ്റിനെ നയിക്കുന്നത് അധ്യാപികമാരായ ഷിൻസി തോമസും സിസ്റ്റർ ഷീജ അബ്രഹവുമാണ്. ലിറ്റിൽ കൈറ്റ്സിനെ കുറിച്ച് അവരുടെ വാക്കുകൾ കേൾക്കാം. 8, 9, 10 ക്ലാസ്സുകളിലെ ലിറ്റിൽ കൈറ്റ്സ് സിലബസിലെ പ്രവർത്തനങ്ങളെ, IT അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് സമൂഹത്തിനും രക്ഷിതാക്കൾക്കും ഏറെ പ്രയോജനപ്രദമായ സൗജന്യമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്നതിനുള്ള ഒരു സംരംഭം ഈ ജാലകം റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ നമ്മുടെ സ്കൂളിൽ ആരംഭിക്കുകയുണ്ടായി. ഈ ജാലകം റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ പ്രവർത്തനത്തിനാണ് ഞങ്ങൾക്ക് അവാർഡിനായി പരിഗണിക്കപ്പെട്ടത്. ഈ ജാലകം റിസോഴ്സ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ കൊട്ടിയൂർ മോഡൽ എന്ന പേരിലാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. കുട്ടികൾ 140 കുട്ടികൾ ഇന്ന് 3 ബാച്ചുകളിലായി ഈ ഹൈസ്കൂളിലുണ്ട്. ഓരോ കുട്ടിയും അവരവരുടെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത ചുമതലകളുള്ള ഗ്രൂപ്പുകളിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. 2018 മുതൽ എല്ലാ ബാച്ചിനും ലിറ്റിൽ കൈറ്റ്സ് യൂണിഫോം നിലവിലുണ്ട്. ഓരോ ബാച്ചും നൂതന സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ആകർഷകമായ ഡിജിറ്റൽ മാഗസിനുകൾ പുറത്തിറക്കുന്നുണ്ട്. യൂണിറ്റുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, തനത് പ്രവർത്തനങ്ങളും സാമൂഹിക ഇടപെടലുകളും, പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റേഷൻ, സ്കൂൾ വിക്കി അപ്ഡേഷൻ, ക്യാമ്പുകളിലെ പങ്കാളിത്തം, ഡിജിറ്റൽ മാഗസിൻ, വിക്ടേഴ്സ് ചാനൽ വ്യാപനം, ന്യൂസ് തയ്യാറാക്കൽ, അംഗങ്ങളുടെ വ്യക്തിഗത പ്രകടനങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികളുടെ പരിപാലനം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഉൾപ്പെടെയുള്ള സ്കൂളിലെ മറ്റു പ്രവർത്തനങ്ങളിൽ യൂണിറ്റിൻ്റെ ഇടപെടൽ എന്നീ മേഖലകളിലെ യൂണിറ്റുകളുടെ 2023-24 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അവാർഡിന് അർഹരായവരെ കണ്ടെത്തിയത്. അവാർഡ് ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. IJM ഹൈസ്കൂള് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളുടെ പ്രവർത്തനത്തിൽ കണ്ണൂർ ജില്ലയിലെ 1ാം സ്ഥാനം നേടി മികച്ച ലിറ്റിൽ കൈറ്റ് യൂണിറ്റിനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. കൊട്ടിയൂർ മോഡൽ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുമ്പോൾ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പുറമെ കുറേ തനത് പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൻ്റെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് ചെയ്തു വരുന്നുണ്ട്. ഹൈടെക് ഉപകരണങ്ങളുടെ പരിപാലനം, അതുപോലെ ഈ ജാലകം റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ, അപ്പോൾ തുടങ്ങിയ വിഭാഗങ്ങളിലായിട്ട് 120ഓളം കുട്ടികളാണ് ഈ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്നത്. ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സ്കൂളിലും ക്ലാസ് മുറികളിലും മാത്രമായി ഒതുക്കാതെ പൊതുസമൂഹത്തിന് സൗജന്യമായി ഉപകാരപ്രദമാക്കുന്ന
ഈ ജാലകം കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ അവാർഡെന്ന് കുട്ടികളും പറഞ്ഞു. IJMHS കൊട്ടിയൂർ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളാണ് ഞങ്ങളിവിടെ. ഞങ്ങൾ ഇന്നിവിടെ ഇത്ര സന്തോഷത്തോടു കൂടി നിൽക്കുന്നത് മറ്റൊന്നുമല്ല. ഞങ്ങൾ ഈ സ്കൂളിൽ എന്തായിരുന്നു, എന്തൊക്കെ ചെയ്തു എന്നതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ്. ഞങ്ങളിലൂടെ ഈ സ്കൂളിന് നിരവധി ഉപകാരങ്ങളും വലിയ അഭിമാന നേട്ടങ്ങളൊക്കെ കൊയ്യാൻ സാധിച്ചു എന്നു. ഞങ്ങളുടെ ഏറ്റവും മികച്ച ഒരു പ്രവർത്തനമായിരുന്നു ഈ ജാലകം ആൻഡ് റിസോഴ്സ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ അമ്മമാർക്ക്, വയോധികർക്ക്, കുട്ടികൾക്ക്, അംഗവൈകല്യമുള്ള കുട്ടികൾക്ക്, പിന്നെ ലിറ്റിൽ കൈറ്റ്സ് കപ്പിലും ചുണ്ടിലും വെച്ച നഷ്ടപ്പെട്ട ഇഷ്ടം പോലെ കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ട്. അവർക്ക് ഏറെ വിഷമമുണ്ട്. അവർക്കൊക്കെ ഞങ്ങളുടെ അറിയാവുന്ന അറിവുകൾ അവർക്ക് പങ്കുവെച്ച് കൊടുത്തിട്ടുണ്ട്. 30,000 രൂപയും ക്യാഷ് അവാർഡും ശില്പവും പ്രശസ്തി പത്രവുമാണ് സ്കൂളിന് ലഭിച്ചത്. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ജില്ലാതല പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU പേരാവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ഏരിയ പഠന ക്ലാസും പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ സെക്രട്ടറി KV പ്രജീഷ് ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU പേരാവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ഏരിയ പഠന ക്ലാസും പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. അടുത്തത് SSLC പരീക്ഷയിൽ വിജയം നേടിയ പ്രിയനന്ദ. ജില്ലാ സെക്രട്ടറി KV പ്രജീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാ പ്രദേശത്തിനകത്ത് പൂർണ്ണമായും ബാങ്കിംഗ് സംവിധാനം എന്ന് പറയുന്നത് സഹകരണ മേഖലയിലെ വായ്പാ സംഘങ്ങളുടെ കുത്തകയായിരുന്നു. എങ്ങനെയാ പെട്ടെന്ന് ഈ രീതിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? അത് പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി സഹകരണ മേഖലയെ എങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും എന്ന കൂടിയുള്ള ആലോചനയുടെ ഭാഗമായിട്ടോ അങ്ങനെ ഒന്നും ശ്രമിച്ചിട്ടും സഹകരണ മേഖലയെ തകർക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന് വന്നപ്പോഴാണ് പുതിയ ചില ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പുതിയൊരു നിയമം തന്നെ, പുതിയ നിയമം എന്ന് പറയാൻ വേണ്ടി കഴിയില്ല, നേരത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നതും പിന്നീട് അത് പൊടിതട്ടി എടുക്കാതെ വെച്ചിട്ടുള്ളതുമായിട്ടുള്ളതായിരുന്നു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 BJPയുടെ നേതൃത്വത്തിലുള്ള, വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ രാജ്യത്ത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വീണ്ടും പൊടിതട്ടി നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ആ നയത്തിന്റെ ഭാഗമായി പുതിയ സംഘങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ ഉണ്ടാക്കിയിട്ടുള്ള സംഘങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആവണമെന്നില്ല, വേറെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നു. ആ സംഘങ്ങൾക്ക് ഒരു നിയന്ത്രണവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല. ആ സംഘങ്ങൾക്ക് എത്ര പലിശ കൊടുത്ത് നിക്ഷേപം വാങ്ങിക്കണം എന്നത് സംബന്ധിച്ച് ഒരു നിയന്ത്രണവുമില്ല. 12,000, 13,000, 14,000 അവർക്ക് പലിശ നൽകി നിക്ഷേപം വാങ്ങിക്കാം. അതുപോലെ വായ്പക്ക് എത്ര പലിശ നൽകണം എന്നത് സംബന്ധിച്ച് ഒരു നിയന്ത്രണവുമില്ല. ആ സ്ഥാപനങ്ങൾ വായ്പ നൽകുന്നുണ്ടോ എന്നത് സംബന്ധിച്ചറിയില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു നിയന്ത്രണവും. M. രാജീവൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോഓപ്പറേറ്റീവ് റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ SP കൃഷ്ണരാജ് ക്ലാസ് എടുത്തു. CPM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M. രാജൻ, CITU പേരാവൂർ ഏരിയ സെക്രട്ടറി PV പ്രഭാകരൻ, MC ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. അയ്യപ്പൻകാവ് പുഴക്കര പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വായനാ വാരാചരണം സമാപിച്ചു. പോയിലൻ ഉക്കാസ് ഹാജി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകാവ് പുഴക്കര പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 19 വായനാ ദിനത്തിൽ ആരംഭിച്ച വായനാ പക്ഷാചരണ പരിപാടിക്കാണ് സമാപനമായത്. സമാപന പരിപാടി വായനശാല പ്രസിഡന്റ് P. അബ്ദുൾസലാമിന്റെ അധ്യക്ഷതയിൽ പോയിലൻ ഉക്കാസ് ഹാജി ഉദ്ഘാടനം ചെയ്തു. മുൻ സംസ്ഥാന മാതൃകാ അവാർഡ് ജേതാവ് A. മൊയ്തീൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. കൃത്യനിഷ്ഠയുടെ സ്വഭാവം അത് ഇന്ത്യക്കാരുടെ എന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് നമ്മുടെ മലയാള പ്രസാധന രംഗത്ത് ഏറ്റവും വലിയ വ്യക്തിത്വമാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്നതിൽ പറയാൻ പറ്റുന്ന വ്യക്തി നമ്മുടെ DC കിഴക്കൻമുറിയാണ്. ഡൊമിനിക് ജാക്കോ എന്നാണ് DCയുടെ ഉത്ഭവം. ആദ്യം NBSന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. പിന്നീട് അതിൻ്റെ പോക്കൊക്കെ നേരത്തെ പറഞ്ഞ ലൈറ്റായിട്ടുള്ള പോക്കാണ്, എവിടെ എത്തൂല പോയാലും എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയിട്ട് സ്വന്തം പ്രസ്ഥാനം ഉണ്ടാകും. അതാണ് DC ബുക്ക് എന്ന് പറയുന്നത്. ഇന്നിപ്പം 5000-ഓളം പുസ്തകങ്ങൾ അവരുടെ ഇറങ്ങിക്കഴിഞ്ഞു മാത്രമല്ല 50ാം വാർഷിക ആഘോഷിക്കുകയും. വായന സജീവമാക്കാനുള്ള ഇടപെടലുകൾ അദ്ദേഹം പരിചയപ്പെടുത്തി. ആർളം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക PV സവിത മോട്ടിവേഷൻ ക്ലാസും വിവിധ മത്സര പരിപാടികളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. സജ്ന ടീച്ചർ, K. നിസാർ, നസീർ, KP അബൂബക്കർ ഹാജി, ലൈബ്രറിയൻ ഫൗസിയ, യൂനസ് പാണംപ്രോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.
കേളകം കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ SSLC +2 MBBS പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കേളകം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. കേളകം കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ SSLC +2 MBBS ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. കേളകം വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. വിജയം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലൊന്നാമത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ മിടുക്കന്മാരും മിടുക്കികളുമായി നല്ലതുപോലെ പഠിക്കുകയാണ്. കാരണം ജീവിതത്തിൻ്റെ മുന്നോട്ടൊക്കെയുള്ള പ്രയാണത്തിന് ഇപ്പം തന്നെ നല്ലതുപോലെ അധ്വാനിച്ചാൽ മാത്രമേ ഫലമുണ്ടാകൂ എന്നുള്ള ബോധ്യം പൊതുവിൽ കുട്ടികളെ സംബന്ധിച്ചുണ്ട്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ അവരും ഇതിൻ്റെ ഭാഗമായി നല്ലതുപോലെ കുട്ടികളെ അവർക്ക് വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സ്കൂളുകളും അതിൻ്റെ ഭാഗമായി എല്ലാ അധ്യാപകരും PTO അടക്കം അധ്യാപകരെല്ലാം വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. CDS ചെയർപേഴ്സൺ മോളി തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലക്കുറ്റ്, പ്രീത ഗംഗാധരൻ, ടോമി പുളിക്കക്കണ്ടം, സജീവൻ പാലുമി, സുനിത രാജു വാത്യാട്ട്, ലീലാമ ജോണി, ബിനു മാനുവൽ, ഷാൻഡി സജി, മനോഹരൻ, ഷിജി സുരേന്ദ്രൻ, അച്ചാമ്മ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് ഉപഹാരങ്ങളും വിതരണം ചെയ്തു. ഹൈവിഷൻ ന്യൂസ് കേളകം. കേരള പ്രദേശ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് ചിത്രരചനാ മത്സരം നടത്തി. DCC വൈസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. 220ഓളം കുട്ടികൾ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തു. ഉപജില്ലാ പ്രസിഡന്റ് ജാൻസൺ ജോസഫിന്റെ അധ്യക്ഷതയിൽ DCC വൈസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഈ ചിത്രം വരക്കാത്തൊരു പ്രത്യേകതയുണ്ട്, അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്, ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ഈ പ്രകൃതിയും മഴയും എല്ലാം സൃഷ്ടിച്ചത് ഒരു സൃഷ്ടാവാണ്. നമുക്കെല്ലാം അറിയാം, നമുക്ക് ഈശ്വരനാണ്, സൃഷ്ടാവാണ്, ദൈവമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ സൃഷ്ടാവാണ് നിങ്ങളിപ്പോൾ വരയ്ക്കുന്നത് ഉൾപ്പെടെ എല്ലാം സൃഷ്ടിച്ചത്. ആ സൃഷ്ടിയെ വീണ്ടും പുനഃസൃഷ്ടിക്കുക എന്ന് പറയുന്ന വലിയ ദൈവദത്തമായ ഒരു കഴിവാണ് വരക്കാർക്ക് അല്ലെങ്കിൽ ചിത്രകാരന്മാർക്ക് ഉള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തെ എല്ലാ വസ്തുവിനെയും വീണ്ടും പുനഃസൃഷ്ടിക്കാൻ, അതുപോലെ അതേ രീതിയിൽ നിങ്ങളുടെ കരകൾ കൊണ്ട്, നിങ്ങളുടെ ചിത്രം വര കൊണ്ട്, നിങ്ങളുടെ കഴിവ് കൊണ്ട്, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുന്ന, പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവദത്തമായ കഴിവുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ആശംസകളും ഉണ്ടാകട്ടെ. മത്സരിക്കുന്ന എല്ലാവർക്കും വിജയിയാകാൻ കഴിയില്ല, പക്ഷേ മത്സരിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. മത്സരിച്ചുകൊണ്ട് വീണ്ടും നന്നായി നിങ്ങളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരെയും വിളിച്ചു വരുത്തി ഈ നല്ല മഴക്കാലത്തും നല്ലൊരു വിഷയം തന്ന് വരയ്ക്കാൻ അവസരം ഒരുക്കി KPSTA കമ്മിറ്റിക്ക്, അതിൻ്റെ അധ്യാപകർക്ക്, അതിൻ്റെ നേതാക്കന്മാർക്ക് എല്ലാവിധ ആശംസകളും. ഇങ്ങനെ കുട്ടികളുടെ എല്ലാ കഴിവും പഠിപ്പിക്കൽ മാത്രമല്ല അധ്യാപകരുടെ ജോലി, മറിച്ച് അവരുടെ എല്ലാ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കലാണ് യഥാർത്ഥ അധ്യാപകരുടെ കർത്തവ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷാജി TV, ഈസ VK, ശ്രീകാന്ത് K, ശ്രീജിത്ത് PR, റോയ് സെബാസ്റ്റ്യൻ, ധന്യ V, നജ്മ K, അമീൻ KP, ഷൈൻ ജോസഫ്, സന്തോഷ് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. സമ്മാനാർഹർക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. വാണിജ്യം. കാക്കയങ്ങാടിൽ ബോച്ചേട്ടിയുടെ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV വിനോദ് ഉദ്ഘാടനം ചെയ്തു. കാക്കയങ്ങാട് ബസ് സ്റ്റോപ്പിന് സമീപത്തായി ബോച്ചേട്ടിയുടെ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മുഴക്കുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV വിനോദ് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട ബോച്ചയുടെ സന്ദർഭമായിട്ട് ബോച്ചേട്ടിയുടെ ഒരു ബ്രാഞ്ച് നമ്മുടെ കാക്കയങ്ങാടിനകത്ത് ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള സമ്മാന പദ്ധതികളിലൂടെ കേരളത്തിലെ സാധാരണക്കാരുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു സംരംഭമായി ഈ ബോച്ചേട്ടി ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്.
ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജയിൽ മോചിതനാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മലയാളിക്ക് കോടിക്കണക്കിന് രൂപ ആവശ്യമായി വന്നപ്പോൾ അതിനിടയിൽ തന്നെ ഇടപെടുകയും അതിൻ്റെ അമരത്ത് പ്രവർത്തിക്കുകയും ചെയ്ത് അത് വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാവരുടെ മനസ്സിനകത്തൊരു മഹനീയ സാന്നിധ്യമായി മാറാൻ സാധിച്ചിട്ടുള്ള ഒരു മഹാനായ മനുഷ്യനായിട്ട് നമുക്ക് ബോച്ചയെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ വ്യാപാര മേഖലയിലും വ്യാവസായിക മേഖലയിലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിലവിൽ ഈ ബോച്ചേട്ടി എന്ന് പറയുന്ന ഈ ഒരു സംരംഭത്തിലൂടെ അതിൻ്റെ ലാഭവിഹിതത്തെ പൂർണ്ണമായിട്ടും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവകാരുണ്യ മേഖലയിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടി സന്നദ്ധമായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ്. യൂണൈറ്റഡ് മർച്ചന്റ് ചേംബർ യൂണിറ്റ് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു. യൂണൈറ്റഡ് മർച്ചന്റ് ചേംബർ ജില്ലാ പ്രസിഡന്റ് TF സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായി. സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സമാരംഭിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പുതിയ സംരംഭം കൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ബോച്ചേട്ടി. അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നമ്മുടെ നാടിൻ്റെ പൗരബോധമുള്ള ഒരു വ്യാപാരി എന്നുള്ളത് ഷമീർ പലപ്പോഴും സാമൂഹ്യ സേവനത്തിനും അതുപോലെ തന്നെ സമൂഹത്തിലെ വേണ്ടപ്പെട്ടവരെ അനുമോദിക്കാനും ആദരിക്കുവാനും ഒക്കെ വെമ്പൽ കാണിക്കുന്ന താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ചടങ്ങിൽ സ്നേക് റെസ്ക്യൂവറും മാർക്ക് പ്രവർത്തകനുമായ ഫൈസൽ വിളക്കോടിനെയും KCB ഫീൽഡ് വർക്കർമാരെയും ആദരിച്ചു. ബോച്ചെ പാർട്ട്ണറും ബേക്ക്ഡി പാരിസ് സ്ഥാപന ഉടമയുമായ TK ഷമീറിന്റെ ഉടമസ്ഥതയിലാണ് ബോച്ചെ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ബോച്ചെ കടന്നു വന്നിട്ടുള്ളതും ഇപ്പോൾ ചായപ്പൊടിയായിട്ട് ബിസിനസ്സായിട്ട് വന്നിട്ടുള്ളതും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിന് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമാണ്. ലക്ഷങ്ങളും ഡെയിലി 10 ലക്ഷത്തോളം രൂപ കൊടുക്കുന്നു. അതുകൂടാതെ ഇന്നു മുതൽ ഫ്ലാറ്റുകൾ, കാറുകൾ, ഐഫോണുകൾ 10 ലക്ഷം, അതുകൂടാതെ ബമ്പർ പ്രൈസായ 25 കോടിയും കൊടുക്കുന്നു ബോച്ചെ. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കരിയർ വൈസിന്റെ കേരളത്തിലെ ആദ്യ ബ്രാഞ്ച് ഇരിട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. MLA ഡോക്ടർ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജർമ്മനി, കാനഡ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഉന്നത പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഓഫീസ് സേവനങ്ങളും നൽകുന്ന കരിയർ വൈസിന്റെ കേരളത്തിലെ ആദ്യ ബ്രാഞ്ച് ഇരിട്ടി കീഴൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഡാൻസർ ബൈസി ബാസി ചടങ്ങിൽ മുഖ്യാതിഥിയായി. കരിയർ വൈസ് ഓണർമാരായ ദീപക് പ്രകാശ്, ദർശൻ ചാക്കോ, KK രാജീവൻ, പ്രകാശൻ കൊമേരി, അനൂപ് അലോറ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 3 വർഷമായി പ്രവർത്തനം നടത്തുന്ന കരിയർ വൈസ് ഇതിനകം തന്നെ നിരവധി വിദ്യാർത്ഥികളെ ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള ഒരു മെയിൻ കാലിക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടും ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉള്ള ഒരു ഏജൻസിയാണ് കരിയർ വൈസ് എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികളെ ഇപ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവർ അത്യാവശ്യം കോസ്റ്റ് ഭയങ്കര ഡൗൺ ആയിട്ട് ഫ്രീ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജർമ്മനിലായിട്ട് ഇപ്പോൾ പുതിയ ബാക്കിയുള്ള കൺട്രീസ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചരമം. കോളയാട് ചോലയിലെ ചെന്നപ്പോയിൽ കുംഭ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ കേളപ്പൻ. ശാന്ത, കൗസു, ചന്തു, ബാലൻ, വിനോദ് എന്നിവർ മക്കളാണ്. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 205, പേരാവൂർ 206, കൊട്ടിയൂർ 205. റബ്ബർ ലോട്ട് ഇരിട്ടി 187, പേരാവൂർ 196, കൊട്ടിയൂർ 195. ഒട്ടുപാൽ ഇരിട്ടി 115, പേരാവൂർ 124, കൊട്ടിയൂർ 124. കുരുമുളക് ഇരിട്ടി 635, പേരാവൂർ 645, കൊട്ടിയൂർ 635. കൊട്ടടയ്ക്ക ഇരിട്ടി 325, പേരാവൂർ 330, കൊട്ടിയൂർ 325. നീ വന്നു അഴകേ, പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6760, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ വീണ്ടും.
കാൽ തെറ്റി റോഡിൽ വീണ വയോധികന്റെ മേൽ വാഹനങ്ങൾ കയറിയിറങ്ങി വയോധികൻ കൊല്ലപ്പെട്ട സംഭവം. നിർത്താതെ പോയ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ. പാലപ്പുഴ ചേന്തോട് പാലത്തിന്റെ തൂൺ പൊളിച്ചു നീക്കാനുള്ള കരാറുകാരന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. റബ്ബറിന് നല്ല കാലം, കിലോയ്ക്ക് 206 രൂപ. കനത്ത മഴ ടാപ്പിംഗ് നിർത്തിയതും ഉൽപാദനക്കുറവും കർഷകർക്ക് തിരിച്ചടി. കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു, കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി കർഷകർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.